എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 ബിഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/scheme2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത ശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ബിഫാം തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പേജിൽ നിലവിൽ ഇത് ഞാൻ പ്രൊഫഷണൽ റിസൾട്ടിൻ്റെ പേജാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മെയിൻ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു പ്രൊഫഷണൽ എന്നുള്ളത് അതിലുണ്ടാവില്ല, അതിൽ ആകെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, സീരിയൽ നമ്പർ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, അതുപോലെ കോളേജ്, കോഴ്സ്, അലോട്ട്മെൻറ്റ് കിട്ടിയ കാറ്റഗറി, കാൻഡിഡേറ്റിൻ്റെ കാസ്റ്റ് കാറ്റഗറി, ഓപ്ഷൻ നമ്പർ, റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിമാർക്സ് നോക്കാം. റിമാർക്സ് നോക്കുന്ന സമയത്ത് അഡ്മിറ്റഡ് സീറ്റ് റിട്ടേൺഡ് എന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്, എന്നാൽ കോളേജ് കോഴ്സ് മാറിയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ അലോട്ടഡ് ഇൻ ദിസ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ടഡ് ഇൻ ദിസ് ഫേസ് എന്ന് വെച്ചാൽ ഈ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് പുതിയൊരു സീറ്റിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ചിട്ട് റിമാർക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്കോ അതല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലേ, അല്ലെങ്കിൽ കാസ്റ്റ് കാറ്റഗറി അതായത് അലോട്ടഡ് കാറ്റഗറി സീറ്റ് ചേഞ്ച് ആയിട്ടുണ്ടോ, അതായത് അലോട്ടഡ് കാറ്റഗറി ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരം ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ce.kerala.gov.in/scheme2026/ എന്നുള്ള പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആക്സസ് കോഡ് എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ആ ഒരു കോഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റാ ഷീറ്റ് എന്നുള്ള ലിങ്കും ഉണ്ടാകും, അതും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡാറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഡാറ്റാ ഷീറ്റിൻ്റെയും ഒരു 2-3 കോപ്പി എക്സ്ട്രാ നിങ്ങൾ എടുത്തു വെക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും, കാരണം പിന്നീട് വല്ല സ്കോളർഷിപ്പിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും അതുപോലെ ഡാറ്റാ ഷീറ്റിൻ്റെയും ഒരു 2-3 കോപ്പി എക്സ്ട്രാ എടുത്തു വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളെ മുതൽ, അതായത് ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ ഓഗസ്റ്റ് 22-ാം തീയതിക്കാം പോയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഓഗസ്റ്റ് 22-ാം തീയതിക്കാം പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയും കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്ത ശേഷം പിന്നീട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള അഡ്മിഷൻ അവിടെ റദ്ദായി പോകുന്നതുമായിരിക്കും. അതിനാൽ തന്നെ പുതിയൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയവർ പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷം ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ചിലപ്പോൾ മാത്രമായിരിക്കും സ്റ്റേ വേക്കൻസി എന്നുള്ള രീതിയിൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു 2-3 കോപ്പി എക്സ്ട്രാ എടുത്തു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓഗസ്റ്റ് 22-ാം തീയതി പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഓഗസ്റ്റ് 22-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായിരിക്കും, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അതുപോലെ പിന്നീട് ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷനോ അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനോ അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻ്റ് ഒക്കെയാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 17,370 രൂപയാണ് ഫീസ് വരിക. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 1,61,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.